Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. കുറച്ച് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് ഉള്ള സമയത്ത് DMs വന്നു. ഓരോരുത്തർ പ്രൈവറ്റ് പാർട്സിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് DMs അയച്ച് അങ്ങനത്തെ തന്നിരുന്നു. നമ്മൾ ഒരു പ്രതീക്ഷ കൂടിയിട്ട് ഒരു DM തുടക്കുമ്പോൾ വേറെ ആൾക്കാരെ പ്രൈവറ്റ് പാർട്ട് കണ്ടാൽ നമുക്ക് എന്തായാലും കിട്ടുക. ദിവസം പോയില്ലേ, അതേപോലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഗുഡ് നൈറ്റ് മെസ്സേജ് ഒന്നല്ലല്ലോ വരുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ മെസ്സേജ് അല്ലല്ലോ. ഒരു പ്രൈവറ്റ് പാർട്ട് ഉണ്ട്, എനിക്ക് എന്ത് കിട്ടും? UK ഒരു പരിപാടിക്ക് ഇപ്പോൾ ഇവരൊന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി വേറൊരു ചേച്ചീനെ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ് വന്നിട്ട് മനസ്സിലായില്ലേ അസ്ലാം അറിയില്ല. അപ്പോൾ തന്നെ ഇല്ല മനസ്സിലായില്ല. ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ പ്രതീക്ഷ കൂടിയിട്ട് മനസ്സിലായില്ലേ അസ്ലാം പറഞ്ഞു. ഇല്ല, എന്ത് യൂട്യൂബറാണോ ഇനി അറിയില്ല കേട്ടോ. എന്തായിരുന്നു ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഭാര്യയെ കണ്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ? ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ അംജുക്കാക്ക് അങ്ങനെ ഇത് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് വയറ് കുറച്ച് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉണർന്നിരിക്കുകയായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നിട്ട് വെറുതെ കയ്യും കാലൊക്കെ കഴിയും. പിന്നെ ഞാൻ കുറേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇതേ ഇതിലിങ്ങനെ കയ്യും കാലും ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹിലയുടെ ഇന്റർവ്യൂ ഞാൻ ഒരു സമയത്ത് എടുത്തപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ സംസാരിച്ചപ്പോൾ അതിനിടയിൽ വന്ന് ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കമന്റ് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട്, ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഈ കുട്ടി ഡോക്ടറാണോ, അല്ലെങ്കിൽ MBBS പഠിച്ചിട്ടുണ്ടോ, പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളത്? അതിന്റെ മറുപടി ഹില ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ അതൊന്ന് വ്യക്തമാക്കാം. ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു MSW സ്റ്റുഡൻറ് എന്നുള്ളത് മാത്രമേ നമ്മളുടെ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്റെ സോഷ്യൽ വർക്ക് കഴിഞ്ഞു, ഞാനിപ്പോ സർട്ടിഫൈഡ് സെക്സോളജിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ വെറുതെ വന്ന് ഇതാക്കുന്നതല്ല. പിന്നെ ഞാൻ ഒരിക്കലും, എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലത് പറയാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ഒരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ ഇന്ന മെഡിക്കേഷൻസ് എടുക്കൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യും, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യും, ഇതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എങ്ങനെ ഒരു സാധനം തടയാം, അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാം, ഇതിനുള്ള സർട്ടിഫിക്കറ്റും ഇതിനുള്ളത് ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ വീഡിയോസും ചെയ്യുന്നത് എന്താണ് ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക, അതിനുള്ളത് ഞാൻ ക്വാളിഫൈഡ് ആണ്. അത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ നല്ല കമന്റുകൾ വരും, അല്ലെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ഡൗട്ട്സ് വരും ആളുകൾക്ക്. ഇത് രണ്ടും അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കുറച്ച് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളും ഉണ്ടാവില്ലേ? അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാറുണ്ടോ? ഇത് യഥാർത്ഥ ജെനുവൻ ആയിട്ടുള്ള കൺസേൺ ആണോ? അതോ ആക്ച്വലി സത്യമായിട്ടും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും ഇതായിട്ട് പോലും അങ്ങനെ ഒരു DM-ൽ അങ്ങനെ മോശമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലത് കേൾക്കാൻ മനസ്സിലാവും, അതായത് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഫേസ്ബുക്ക് ഇതിന്റെ ഇടയ്ക്കല്ല, കുറച്ച് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹാക്കായി പോവുകയും ചെയ്തു. 2 മാസം കൊണ്ട് അത് ഹാക്കായി. ഇപ്പം അതിൽ എന്തൊക്കെയോ വേറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, എനിക്കാണെങ്കിൽ തിരിച്ചെടുക്കാനും പറ്റിയില്ല. പക്ഷെ ആ ഫേസ്ബുക്ക് ഉള്ള സമയത്ത് DMs വന്നു. ഓരോരുത്തർ പ്രൈവറ്റ് പാർട്സിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് DMs അയച്ച് അങ്ങനത്തെ തന്നിരുന്നു. അപ്പൊ തന്നെ ഫേസ്ബുക്ക് എനിക്ക് മടുത്തായിരുന്നു. പിന്നെ അത് ഹാക്കായി പോയപ്പോൾ സമാധാനം, ഞാൻ വഴിക്കാ പേജ് പോയി കിട്ടുകയും ചെയ്ത് അത് കേട്ടിട്ട്. അപ്പോൾ പക്ഷെ ഇൻസ്റ്റയിലോ മെയിലോ വഴിയൊന്നും ഇന്നേ വരെ അങ്ങനത്തെ ഒരു മോശമോ വൃത്തികേടോ വന്നിട്ടില്ല. ഈ ഒരു ഫേസ്ബുക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പറ്റിയ പണിയല്ല എന്നുള്ളൊരു സാധനം. പക്ഷെ അങ്ങനെ തളരേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ 2 മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ അവർ തളർന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു പ്രതീക്ഷ കൂടിയിട്ട് ഒരു DM തുടക്കുമ്പോൾ വേറെ ആൾക്കാരെ പ്രൈവറ്റ് പാർട്ട് കണ്ടാൽ നമുക്ക് എന്തായാലും കിട്ടുക. ഒരു അറപ്പല്ലേ തോന്നാ. ദിവസം പോയില്ലേ വല്ല നല്ല ഫോട്ടോയോ എന്തൊക്കെയോ ആണെങ്കിൽ, അതേപോലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഗുഡ് നൈറ്റ് മെസ്സേജ് ഒന്നല്ലല്ലോ വരുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ മെസ്സേജ് അല്ലല്ലോ. ഒരു പ്രൈവറ്റ് പാർട്ട് ഉണ്ട്, എനിക്ക് എന്ത് കിട്ടും? അവിടെ തളർച്ചല്ല വരുന്നത്, അവിടെ ജീവിതം മടുക്കിയാ വരുന്നത്. ഇത് ഞാൻ കണ്ടുപോയല്ലോ എന്നുള്ളൊരു സാധനം. ആ ഒരു ഇതാണ് എനിക്ക് വരുന്നത്, അല്ലാണ്ടല്ല. ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമല്ലോ എന്ന് ആലോചിച്ചിട്ടില്ലേ? ഇങ്ങനെ അയക്കുന്ന പെർവേർട്ടുകൾക്ക് വേണ്ടിയിട്ടൊരു എന്നിട്ട് വേണം അതൊരു മോട്ടിവേഷൻ ആവാൻ. ഇങ്ങനെ അപ്പൊ വരുന്നുണ്ട്, അപ്പൊ പിന്നെ ഞങ്ങൾക്കും കൂടി അയക്കുക. എന്തിനാ വെറുതെ ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഇനി അറിയിക്കാത്തവരെയും കൂടി അറിയിച്ചിട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതില് ഈ ഇങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി, അതിനുശേഷം നമ്മുടെ കല്യാണം കഴിഞ്ഞു. ആദ്യമായിട്ട് യൂട്യൂബർ ആണ് എന്നൊന്നും അംജുക്ക് ആദ്യം അറിയില്ലായിരുന്നല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞ്
നിങ്ങൾ വളരെ എന്തും സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഫേസിലേക്ക് എത്തിയപ്പോൾ ഇത്തരം വീഡിയോകളെ കുറിച്ചോ അല്ലെങ്കിൽ നീ ചെയ്യുന്ന വളരെ ബോൾഡ് ആയിട്ടുള്ള ഈ മൂവുകളെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ടോ? അംജുക്ക് കല്യാണത്തിന് മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. കല്യാണ ആലോചനയുടെ ആ സമയത്ത് മാത്രമേ എന്നെ അറിയാത്തുള്ളൂ. പിന്നെ എന്റെ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുകയും കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ തന്നെ എന്നോട് പറയാറുണ്ട്, നീ എടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ബോൾഡാണ്, ഭയങ്കരമായിട്ട് ഇത് ചെയ്താൽ. ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്താ പറയാ കുറെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഒരു ഇതായിട്ട്. അപ്പോ ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഇതാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആണ് അല്ലെ? എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്പം ഒന്ന് മാറി സഞ്ചരിച്ചാലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അത്തരത്തിലൊക്കെ മാറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചാനൽ ഒന്നാമത് പണ്ടൊട്ടേ സെക്സ് എഡ്യൂക്കേഷൻ മാത്രമല്ല, വീട്ടിലത്തെ വിശേഷങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അറിയുന്നത് കൂടുതലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന രീതിക്കായിരിക്കും എന്നെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അറിയപ്പെടാനും എനിക്കിഷ്ടം സെക്സ് എഡ്യൂക്കേഷനിൽ ചെയ്ത് തന്നെയാണ്. അല്ലാണ്ട് വീട്ടിലത്തെ വിശേഷങ്ങൾ ഇപ്പം എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഓൾമോസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി മാറ്റേഴ്സും പല ടൈപ്പ് ഫാമിലി വ്ളോഗേഴ്സ്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഇപ്പം ബ്യൂട്ടി വ്ളോഗർ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇത് പറയുന്നത് സെക്സ് എഡ്യൂക്കേറ്റർ എന്നായിരിക്കും. അപ്പം എനിക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഇഷ്ടം. എപ്പോഴെങ്കിലും അസ്ലയിൽ ഇൻസ്പയർഡ് ആയി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ മറ്റേതെങ്കിലും പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അവർ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയമല്ല കൈകാര്യം ചെയ്യുന്നത്, പക്ഷെ അവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരാൾ എന്നെക്കാളും സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ആയിട്ടുണ്ട്, ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ഈവെന്റിന് പോയപ്പോൾ എന്നെ കണ്ടിട്ട് എനിക്ക് അസ്ലയുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് കുറച്ച് ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് എന്താ പറയാ എൻ്റെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ എന്നെക്കാളും വളർന്നു നിൽക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ശരിക്കും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വളരെ ചെറിയ അന്നത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹിലയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വളർന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തും, എൻ്റെ ചാനൽ ഇങ്ങനെ ഇതുപോലൊരു ഗ്രോത്ത് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരുന്നോ? ഇല്ല. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ ചെയ്യുമ്പോ അന്ന് ഞാൻ അങ്ങനെ വളർന്നു വരുന്നേ ഉണ്ടായിരുന്നു. സെക്സ് എഡ്യൂക്കേഷനിൽ പക്ഷെ വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഒക്കെ ഇങ്ങനെ കൂടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. 1 മില്യൺ ഒന്നും ആലോചിക്കുന്ന പോലും ഇല്ല. എങ്ങനെയാണ് സിൽവർ ബട്ടൺ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയും അതായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു 1 മില്യൺ എത്തിക്കാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഒന്നാമത് യൂട്യൂബിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ. ഇപ്പം എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സാണ്. അതിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കാന്ന് പറയണത് അതിലും വലിയൊരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഒരു 10,000 വ്യൂ തന്നാൽ ഒരു 10,000 പേര് ആൾക്കാർ നമ്മളെ കാണുന്നതിന് ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ നമുക്ക് വരുത്തില്ലേ. അപ്പൊ അത് നോക്കുമ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ഗ്രോത്ത് ആണ്, അച്ചീവ്മെന്റ് ആണ് അത്. ഇനി എന്താ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം അസ്ലയുടെ ഒരു അടുത്തൊരു ഗോൾ എന്താ? സത്യത്തിൽ ഞാൻ UK നിന്ന് ദുബായിലെത്തിയത് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ലോഞ്ചിൻ്റെ പ്രമാണിച്ചാണ് ഞാൻ ദുബായിലെത്തുന്നത്. കാരണം ഇവിടെ ദുബായിൽ നിന്നല്ല UK-ലെത്തിയിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അതാണ് ഇപ്പോൾ സ്റ്റക്കായിപ്പോൾ. ഞാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ. എന്തായാലും എൻ്റെ നെക്സ്റ്റ് ഇത് ഞാൻ UK-ലെത്തിക്കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് അനൗൺസ് ചെയ്യലായിരിക്കും. എൻ്റെ ഒരു ഫസ്റ്റ് തുടക്കമിട്ട് അതിപ്പോൾ എല്ലാം A to Z എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ബേബി ആവുന്നത്. ഇനി അത് വെയിറ്റ് ആക്കിയേ പറ്റൂ. ആണ്. അങ്ങനെ പെട്ടെന്ന് അയ്യോ ഇത് എല്ലാം അൺപ്ലാൻഡ് ആയി പോയോ എന്നൊരു തോട്ട് എപ്പോഴും പെട്ടെന്ന് വന്നു? നമ്മൾ അതിനുവേണ്ടി എന്താണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാര്യത്തിന് നല്ലപോലെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ആഗ്രഹിച്ച് പ്ലാൻഡ് ആണെങ്കിലും ഇപ്പൊ ഈ പെട്ടെന്ന് UK-ന്ന് ദുബായിക്ക് വരുന്നതൊക്കെ വളരെ അൺപ്ലാൻഡ് ആയിരുന്നു. പെട്ടെന്ന് ആ സമയത്ത് തന്നെ പ്രഗ്നന്റ് ആണെന്നറിയും. പിന്നെ ട്രാവൽ ബാൻ ഡോക്ടർ ട്രാവൽ ചെയ്യരുത്, UK-ക്ക് അത്രയും ദൂരം പോവരുന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ചാലഞ്ചിങ് ആയിട്ട് ഞാൻ തന്നെ ഒരു ചാലഞ്ച് ആയിട്ട് കൂടി നോക്കി, ടൈം ഉണ്ട്, ഇതെല്ലാം റൈറ്റ് ടൈം, ഓക്കെ ഇനിയും കുറച്ച് പേഷ്യൻസ് വേണം. ഇപ്പൊ മെയിൻ എന്ന് പറയുന്നത് ബേബിയാണ്, ടൈം ഉണ്ടല്ലോ എന്നുള്ള സാധനത്തിൽ ഇരിക്കുന്നു. ആണോ? വീണ്ടും ഈ പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്താ പറയുക, എപ്പിഡ്യൂറൽ ഡെലിവറി ഉണ്ട്, അതല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ പെയിനും സഹിച്ച് നോർമലായിട്ട് പ്രസവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്.
ഇതിൽ ഏത് സെക്ഷനിൽ വരും ഹില? എനിക്ക് സുഖപ്രസവം വേണമെന്ന് മാത്രമേ ഒരു സുഖപ്രസവം എന്നുള്ള പേര് തന്നെ ശരിയല്ലെന്നാ പറയുന്നത്. എന്നിരുന്നാ പോലും എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെങ്കിലും അതെനിക്ക് സുഖമായിട്ട് ഞാൻ കൂട്ടിക്കോളാം. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരു സി സെഷനോ അങ്ങനൊന്നും എനിക്ക് ആവല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാരും എനിക്കറിയില്ല കേട്ടോ ആരാണ് ഈ സിസേറിയനൊക്കെ വേണമെന്ന് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് നാച്ചുറൽ ബർത്ത് അല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇനി ഇത് ഇങ്ങനെ നാച്ചുറൽ ബർത്തിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഏതെങ്കിലും സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇതിൽ ബേസിക്കലി ഭയങ്കര ചില്ലാണ്. സത്യത്തില് അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ല. നാച്ചുറൽ ബർത്ത് ആവുന്നാണ് എന്റെ മനസ്സിൽ പ്രതീക്ഷ. ഇനി അഥവാ ആയില്ലെങ്കിൽ എന്താണോ ഡോക്ടർ പറയുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് ആഗ്രഹം മാത്രമാണ് ഇത്. അല്ലാണ്ട് ഇനിയിപ്പോ സിസേറിയൻ ആയി കഴിഞ്ഞാൽ അത് അയ്യോ ആലോചിച്ച് ടെൻഷനോ അങ്ങനൊന്നും എനിക്കില്ല. ഇല്ല. അങ്ങനെയുള്ള പ്രസവ പേടികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളുടെ വളർച്ചയുടെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ പറയില്ലേ ചില ഡ്രീംസ് ഒക്കെ, എനിക്ക് കല്യാണം കഴിക്കുക, കുട്ടികളാവുക, എനിക്ക് അതൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സാധനം, ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് കുട്ടികൾ എന്നുള്ളത് വലിയൊരു സ്വപ്നവും വലിയൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി വന്നിട്ടില്ല. അയ്യോ ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. എന്നോട് എന്താ പറയാ, എനിക്ക് കമന്റ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീർത്ത് തടിക്കും. അതൊരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് വ്യത്യാസം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു അമ്മയാവാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതൊരു ആക്ച്വലി ഒരു ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഭാഗ്യമാണ് അല്ലെ. ഒരു കുഞ്ഞാവാന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലി വലുതാവുകയാണ്, കാര്യങ്ങളാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഇതില്ല. യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നോ ഈ ബിസിനസ് ആലോചിച്ചത്? അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇനി യൂട്യൂബിന്റെ ഒരു ഗോൾ എന്താ? യൂട്യൂബിൽ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് യൂട്യൂബിൽ എനിക്ക് 1 lakh ആയി കഴിയുമ്പോ പിന്നെ 10 lakh എന്ന് ആലോചിക്കും. 10 lakh കഴിഞ്ഞു. ഇനിയിപ്പോ അതിലും വലിയ ഗോള് ഞാൻ വെച്ചിട്ടില്ല. മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്ത് അതിപ്പോ 1 lakh കഴിഞ്ഞപ്പോഴും ഞാനൊരു 1 million എന്നുള്ള ഗോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആവുമ്പോൾ ആവട്ടെ എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ നമ്മളൊരു 8 lakhs ഒക്കെ എത്തുമ്പോ നമുക്കൊരു ഇതുണ്ടാവല്ലോ, 1 million ആവണം. അപ്പോഴാണ് ആ ഒരു 1 million ആവണം 1 million ആവണമെന്ന്. അല്ലാതെ എനിക്ക് അങ്ങനെ സാധനമില്ല. ഇപ്പൊ യൂട്യൂബിൽ ആകെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആയി പോവില്ലേ, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയണം. ഇപ്പൊ നാളെ ഒരു ദിവസം നമുക്ക് പൈസയോ കാര്യങ്ങൾ വരുന്നതല്ല. ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോ കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം നമ്മളെ കാണുമ്പോൾ ആരും വരാതിരിക്കുക, ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിൽ അങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ മോഹമേ ഉള്ളൂ. ഇനി അല്ലാണ്ട് വലിയ മൈൽ സ്റ്റോൺ ഒന്നും ഞാനിപ്പോ വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, ആളുകൾ എല്ലാവരും ഓടി വരുന്നുണ്ട്. ദുബായിലും ടു എൻ എക്സ്റ്റെന്റ് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് മലയാളികളുണ്ട്, നമ്മുടെ കണ്ടന്റ് കാണുന്നവരുണ്ട്. UK-ലേക്ക് ചെന്നപ്പോ ഇതായിരുന്നു അവസ്ഥ. UK-ലും മലയാളികൾ ഉണ്ടെങ്കിൽ ഇപ്പോ പോർട്സ്മൗത്ത്, ചിച്ചസ്റ്റർ ഒക്കെ ഭാഗം ഞാൻ പോകുമ്പോ മലയാളികൾ ഉണ്ടെങ്കിൽ അവർ മലയാളി തിരിച്ചറിയും. കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികളല്ലേ. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇവിടെയാണെങ്കിലും എല്ലാവർക്കും നമ്മൾ അറിയത്തില്ല. ഒരു വട്ടം ഒരു പരിപാടിക്ക് പോയപ്പോ കുറെ പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇവിടെ അല്ല സോറി UK-ലാണ് ഒരു പരിപാടിക്ക് പോയപ്പോൾ കുറേ പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി വേറൊരു ചേച്ചീനെ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ അസ്ലാം അറിയില്ല. അപ്പോൾ തന്നെ ഇല്ല മനസ്സിലായില്ല. അങ്ങനെയുണ്ട്, നമ്മൾ തീരെ അറിയാത്തവരും ഉണ്ട്, എന്ന് അറിയുന്നവരും ഉണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും അറിയുന്നവർ വരുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ ഇതേപോലെ അറിയാത്തവരും ഉണ്ട്, അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണമല്ലോ അറിയാത്തവരും ഉണ്ടെന്ന്. ഇതേപോലെ എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെ പ്രതീക്ഷ കൂടിയിട്ട് മനസ്സിലായില്ലേ അസ്ലാം അറിയില്ലേ, ഇല്ല എന്ത് യൂട്യൂബർ ആണോ അറിയില്ല കേട്ടോ എന്ന് പറയും. അത് പറയുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന നമ്മളിങ്ങനെ കേക്കല്ലേ. അല്ല ഒരാൾക്ക് അറിയാത്തത് വലിയ ഇതല്ല, എന്നാലും നമ്മൾ കേൾക്കുമ്പോ ഒരു ചമ്മലല്ലേ സാധനം. ഒരു 10 ദിവസത്തേക്ക് ഹസ്ബൻഡ് പെട്ടെന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചുപോയി, എല്ലാം ഷഡ്പിട്ടേന്നായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയണതിന് മുന്നേ ആള് തിരിച്ചും പോയി. എന്തായിരുന്നു ആ 10 ദിവസത്തെ ഒരു പെട്ടെന്നൊരു ഇത്? 10 days സത്യം പറഞ്ഞാൽ ഞാൻ പോയതറിയില്ല. അതിൽ 10 days ഉണ്ടായിരുന്നില്ല ഇവിടെ. കാരണം അംജുക്കാടെ വീട്ടിൽ ഒരു 4 days 6 days ഇവിടെയായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ 6 days
പെട്ടെന്ന് പോയി. പക്ഷെ എനിക്ക് ഹാപ്പി ആയിരുന്നു. കാരണം അവിടുന്ന് ലീവ് എടുത്ത് ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വരെയും ആ 6 days എന്ന് പറയുന്നത് എന്നെ അത്രയും കെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറേ കാലം ആലോചിക്കാനുള്ള കെയറും സ്നേഹവും ഒക്കെ കൂടി എനിക്ക് തന്നിട്ടാണ് അവ പോയിക്കുന്നത്. അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആലോചിക്കും ഇപ്പൊ ഈ ആള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്തിരുന്നേ, സ്നേഹിക്കുക, അവരെ ഒരു ഹോപ്പ് ഉണ്ടാവൂല, അത് തന്നിട്ടാ പോയിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് സമാധാനമുണ്ട്. പെട്ടെന്ന് പോയതിന്റെ സങ്കടവും. ശരിക്കും എന്തായിരുന്നു ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഭാര്യയെ കണ്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ? വെച്ചാ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോ അംജുക്കാക്ക് അങ്ങനെ ഇത് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് വയറ് കുറച്ച് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ചില ദിവസം എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, മോർണിംഗ് സിക്നസ് ഉണ്ട്, പിന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നമൊക്കെ. ഇപ്പൊ ഞാൻ മറ്റേത് ഫോൺ കോഡിക്കൊക്കെ പറയില്ലേ, ഇതിപ്പോ നേരിൽ കാണുമല്ലേ. അപ്പൊ അതിന്റെ വിഷമവും ടെൻഷനും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉണർന്നിരിക്കുകയായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നിട്ട് വെറുതെ കയ്യും കാലൊക്കെ കഴിയും. പിന്നെ ഞാൻ കുറേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതേ ഇതിലിങ്ങനെ കയ്യും കാലും ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതേ ഇതിലിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിനക്ക് ഉറക്കൊന്നുമില്ലേ, നീ ഉറങ്ങുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയി മോളെ, ഞാൻ ഉറക്കത്തിന്റെ ഇടയിൽ അത് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ ഉറങ്ങിപ്പോയതാ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനം. ഓക്കെ, ഈ ആളെന്നെ ഇങ്ങനൊക്കെ കെയർ ചെയ്തിരിക്കുന്ന ഈ സമയം 6 days ആണെങ്കിൽ പോലും എന്നുള്ളത് ഇതുണ്ടായി. അങ്ങനെ ഏതായാലും നമ്മളിങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ജീവിതത്തിൽ ഓരോരോ ഫേസുകൾ കടന്നു പോകുന്നു. വളരെ നല്ല നല്ല സമയങ്ങൾ വരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരാൾ ജീവിതത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു കുഞ്ഞാള് ജീവിതത്തിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം നിലവിലെല്ലാം വളരെ സേഫാണ്. വെരി ഹെൽത്തി പ്രഗ്നൻസിയാണ്. അപ്പൊ ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനിയൊരു വാവ വന്നു കഴിഞ്ഞിട്ട് ദുബായിലല്ലേ ഡെലിവറി ഒക്കെ? അങ്ങനെ വിചാരിക്കുന്നത് ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് വീണ്ടും വാവയുടെ കൂടെ ഇരുന്ന് കാണാനുള്ള അതെ ജനിക്കുമ്പോഴേ നമുക്ക് തന്നെ സെലിബ്രിറ്റി ആക്കണ്ടേ. അവിടെ ആരെയോ കല്യാണം കഴിഞ്ഞു ഇവിടെ ഒരു അംജുക്കാരായിട്ട് ബേബി വന്നിട്ട് ഒരു ബേബിനായിട്ട് എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.